BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polyvotal Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. തൊടുപുഴ താലൂക്ക് ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസ് തൊടുപുഴ ട്രാഫിക് എസ്ഐയുടെ നേതൃത്വത്തിൽ നോ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്തതെന്ന് ആരോപിച്ച് പിടിച്ചെടുത്ത സംഭവത്തിൽ തൊടുപുഴയിലെ ആംബുലൻസ് ഡ്രൈവർമാർ പ്രതിഷേധിച്ചു. ഇടവെട്ടി സ്വദേശി കബീറിന്റെ ആംബുലൻസാണ് തൊടുപുഴ പോലീസ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം പുഴയിൽ വീണ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസും ഫയർഫോഴ്സും താമസിച്ചെത്തിയത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യം പോലീസ് തീർക്കുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർമാർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അത് ആ ഡോക്ടർമാരുടെ പണിപ്പാടുകൊണ്ട് ആ ജീവൻ തിരിച്ചു കിട്ടൂല്ലോ എന്ന് സത്യത്തിൽ സഹിക്കാൻ പാടില്ല. കാരണം ആ ഒരു ജീവൻ തിരിച്ച് നമ്മളെ കിട്ടിയ ഒരു ഡോക്ടറെ കൂടുതൽ ചങ്കുറ്റത്തോടെ നിൽക്കാവുന്ന ഞങ്ങൾക്കാണ് നമ്മുടെ ആത്മാർത്ഥ ശ്രമം. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ ഫയർഫോഴ്സും പോലീസും എല്ലാവരും എത്തുന്നത്. പക്ഷെ ഞങ്ങൾ ആരോട് പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല. ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല. അവിടെ കൊണ്ട് ആ വണ്ടി തിരിച്ച പോലെ എന്റെ വണ്ടിയുടെ ഒരു പ്രദേശം കൂടെ വഴഞ്ഞു മറിച്ചു. എന്റെ പുതിയ വണ്ടി 5 മാസമായി. ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചോദിക്കാനില്ല. വണ്ടി നമുക്ക് ഇതൊക്കെ സംഭവിക്കും. എന്റെ വണ്ടിക്ക് എന്ത് തന്നെ പോയാലും ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ അതിനകത്ത് നിങ്ങൾ പത്രക്കാരെഴുതിയതിൽ എന്തൊരു മാറ്റമാണ് ഈ പോലീസുകാർ ഇന്നലെ. ഇതിനു മുൻകാലങ്ങളിൽ ഈ വണ്ടി ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതുവരെ പോലീസ് വരാതെ ഒന്ന് കണ്ടിട്ട് വന്ന് ഇതുവരെ ആംബുലൻസിന്റെ കാര്യത്തിൽ ഈ തൊടുപുഴ സ്റ്റേഷനിൽ ഒരു പോലീസുകാരും ഒരു എസ്ഐയും ഒരു സിഐയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നത് സത്യത്തിൽ ഇനി ആ വണ്ടി അവിടെ ഓടിക്കാൻ വന്ന ഒരാളല്ലേ, ബില്ല് കൊടുക്കാൻ വന്ന ഞാൻ കിടന്ന് ഓടുന്ന ചായകാരാണ്. ഞാൻ ആ സാറിനോട് ഈ വീട് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി എന്നെ പേടിപ്പിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ വണ്ടിയെ കയറി കൊണ്ടാൻ പുള്ളി ശ്രമിച്ചു. ഞാൻ കേരളത്തിൽ വില ഒന്നും പിടിച്ചുമില്ല, വേറെ ചീത്തകളൊന്നും പറഞ്ഞു. എന്റെ വണ്ടി എടുത്തോണ്ട് പുള്ളി പോയി. എന്നിട്ട് വന്ന് ചെയ്യാൻ എടുത്തു പോയി, നീ പിഴ അടച്ച് വണ്ടി എടുത്തോണ്ട് പോക്കണം പറഞ്ഞു.